നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അക്കാദമി ഓഫ് JKA കരാട്ടെ കേരള ഹെഡ് ഡോജോയുടെ നേതൃത്വത്തിൽ ഊരകം ഡോജോയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിൽ ഔഷധോദ്യാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഏക്കർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ തൈകളുടെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പാറളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6-ാം വാർഡ് ആറാട്ടുകടവിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അക്കാദമി ഓഫ് JKA കരാട്ടെ കേരള ഹെഡ് ഡോജോയുടെ നേതൃത്വത്തിൽ ഊരകം ഡോജോയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നേടുകയാണെങ്കിൽ തീർച്ചയായും തുടർന്നുള്ള മത്സരങ്ങളിലെല്ലാം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ മത്സരിക്കാനും പോകാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വിജയം ഇവിടെ കൊണ്ട് ഒതുക്കരുത്. തീർച്ചയായും ഇവർ മാത്രമല്ല, ബാക്കിയുള്ളവരെല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കട്ടെ ഈ വേളയിൽ പ്രത്യേകം ആശംസിക്കുന്നു. 11-ാം വാർഡ് മെമ്പർ VN സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജൂൺ 12, 13, 14, 15 തീയതികളിൽ ഡെറാഡൂണിൽ വെച്ച് നടന്ന WKF അംഗീകൃത അസോസിയേഷനായ KIO ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡൽ നേടിയ കുട്ടികളെയും ട്രെയിനറായ ജിബിൻ ലാൽ സെൻസയെയും അസോസിയേഷൻ സീനിയർ ഇൻസ്ട്രക്ടർ ആയ സുഗസൻ കൈലാസം സെൻസൈ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശ്രീലാൽ MS, അശ്വിൻ A, അഭിനവ് PS എന്നിവരാണ് കേരളത്തിന് വേണ്ടി മെഡൽ നേടിയത്. മെഡൽ നേടിയ കുട്ടികൾക്കുള്ള ട്രോഫി സുജിഷ കള്ളിയത്ത് കൈമാറി. JKA തമിഴ്നാട് ചീഫ് ഇൻസ്ട്രക്ടർ സണ്ണി CO, അക്കാദമി ഓഫ് കരാട്ടെ കേരള ജനറൽ സെക്രട്ടറി ലിജോ ഡി ജോബ്, അബു എബ്രഹാം പീറ്റർ, അനിൽകുമാർ, സുഖിൽ, രഘുനാഥ്, തേജസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറളം പഞ്ചായത്തിൽ ഔഷധോദ്യാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഏക്കർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ തൈകളുടെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 1,32,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 5 ഏക്കർ സ്ഥലത്ത് 20 കുടുംബശ്രീ JLG അംഗങ്ങളാണ് കുറുന്തോട്ടി കൃഷി നടത്തുന്നത്. ഔഷധ സസ്യ കൃഷി പദ്ധതിക്കുള്ള കുറുന്തോട്ടി തൈകൾ മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നുമാണ് 75% സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കിയത്. വാർഡ് മെമ്പർ ജൂബി മാത്യു, കൃഷി ഓഫീസർ DT മരിയ ഡൊമിനിക്, അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ, CDS ചെയർപേഴ്സൺ നീതു അഖിലേഷ് എന്നിവർ സംസാരിച്ചു. പാറളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6-ാം വാർഡ് ആറാട്ടുകടവിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്താകമാനമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒക്കെ വിറ്റുതൊഴിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിപോഷിപ്പിച്ചെടുത്തത്, ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തിയത്, ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്, ആ വികസനങ്ങളെയൊക്കെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട്, ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട്
നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് പിണറായി വിജയനും ആ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും BJP-യെയും CPM-നെയും ഒരുപോലെ നേരിടേണ്ട അവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ എതിർക്കുമ്പോൾ ഈ BJP-യും ഈ CPM-ഉം ഒന്നാകുന്നു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. CPM-ഉം BJP-യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർക്കുമ്പോൾ ഒരു പാളയത്തിൽ തന്നെയാണ്. അവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് CPM-ന്റെയും BJP-യുടെയും പ്രധാന ശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാൻ, താറടിച്ചു കാണിക്കുവാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നരേന്ദ്രമോദിയും അതിന് സഹായകരമായ നിലപാടുമായി പിണറായി വിജയൻ കേരളത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവരെ എല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് കേരളത്തെ തിരിച്ചു പിടിക്കണം, ഇന്ത്യയെ തിരിച്ചു പിടിക്കണം, ഈ മുദ്രാവാക്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും 70 വയസ്സിന് മുകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറിമാരായ TK പൊറിഞ്ചു, KV ദാസൻ, ചെർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, പാർല മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, INTUC മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് MG, TV ജോൺസൺ, ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ടൈലർ ടച്ചിന്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന നവവസ്ത്രയുടെ 234, 235 കൗണ്ടറുകളുടെ ഉദ്ഘാടനം വെങ്കിണിശ്ശേരിയിൽ നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ പരിശീലനം സിദ്ധിച്ച തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി അവരെ വരുമാനമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 234ാമത് കൗണ്ടർ, കേരളത്തിലെ 234ാമത് കൗണ്ടറാണ് ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പാർലം യൂണിറ്റിൽ നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് നമുക്ക് തന്നെ വാങ്ങുന്ന ആളുകൾക്ക് തന്നെ അതിൻ്റെ ലാഭം തിരികെ എത്തുന്ന ഒരു സംവിധാനമാണ് ടൈലർ ടച്ച് എന്ന് പറയുന്ന വസ്ത്രങ്ങളിലൂടെ നമ്മൾ എത്തിക്കുന്നത്. കാരണം ഇത് വിറ്റൊഴിക്കുന്ന ആളുകൾക്ക് ഒരു ലാഭം കിട്ടുമ്പോൾ വിറ്റൊഴിക്കുന്ന ആളുകൾക്ക് ലാഭം കൊടുക്കാതെ അതിനു വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വിറ്റൊഴിക്കുന്ന ആളുകൾക്ക് ഒരു ലാഭം കിട്ടുന്നത് പോലെ തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ മെച്ചമുണ്ടാകുന്ന രീതിയിലാണ് ഇത് സംവിധാനം ഒരുക്കുന്നത്. ഇവിടെയുള്ള റെഡിമെയ്ഡ് വസ്ത്ര വിപണന രംഗത്ത് വലിയ കുത്തകൾ, സ്റ്റുഡിയോ പോലുള്ള, റിലയൻസ് പോലുള്ള വലിയ വലിയ കുത്തക കമ്പനികൾ കടന്നു വരികയും മുൻപ് കാർഷിക മേഖലയെ എങ്ങനെയാണോ തകർത്തെറിഞ്ഞത് അതുപോലെ തകർത്തെറിയാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു സ്വതന്ത്രമായ തൊഴിലാളി സംഘടന എന്ന നിലയിൽ ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും ഇതിനെ ഒരു ചെറിയ തോതിലെങ്കിലും ചെറുത്ത് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് ആ രീതിയിലേക്ക് വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ വിൽപ്പന പാർലം ട്രഷറർ രശ്മി ജിജിൽ നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി ജോസഫ് TA, പാർലം യൂണിറ്റ് സെക്രട്ടറി ശോഭ സന്തോഷ്, നേതാക്കളായ ജയശ്രീ M, ബാലകൃഷ്ണൻ KS, സുരേന്ദ്രൻ AV, ഷൈനി സുബ്രഹ്മണ്യൻ, രമണി P, അനിത എന്നിവർ സംസാരിച്ചു. CPIM, SFI, പാലശ്ശേരി ലോക്കൽ കമ്മിറ്റികൾ ചേർന്ന് സംയുക്തമായി വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. CPIM പാലശ്ശേരി ലോക്കൽ സെക്രട്ടറി KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സാനി സൈമൺ, നിഖിൽ PV, SFI പാലശ്ശേരി ലോക്കൽ സെക്രട്ടറി ആദിത്, SFI ലോക്കൽ പ്രസിഡന്റ് ആത്മിക എന്നിവർ സംസാരിച്ചു. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ അവണിശ്ശേരി കൃഷിഭവനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കാർഷിക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു.
ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാലിനി CD വിവിധ കൃഷിവകുപ്പ് ജനകീയ ആസൂത്രണ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നടത്തി. ജൈവവളങ്ങൾ, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, ഫലവൃക്ഷ തൈകൾ എന്നിവ ചന്തയിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നു. കൂടാതെ കൃഷിവകുപ്പിന്റെ നല്ല ഇനം തെങ്ങിൻ തൈകൾ 50% സബ്സിഡിയിൽ വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി ജോയ്, ഗീത ശ്രീധരൻ, സുനിൽ ചാണശ്ശേരി, വാർഡ് മെമ്പർമാരായ സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബൃന്ദ ദിനേശ്, ഇന്ദിര ജയകുമാർ, കൃഷി ഓഫീസർ ഷഹനാസ് MR, കൃഷി അസിസ്റ്റന്റ് ലിഷ KR, ഫീൽഡ് അസിസ്റ്റന്റ് ഹേന സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം രമണി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വൈഗ ബബീഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണശ്ശേരി, രാഗിത തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണവും നേതൃയോഗവും സംഘടിപ്പിച്ചു. KPCC വിചാർ വിഭാഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് അമ്പലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ വായനശാലകളുടെ പെരുന്തച്ഛനാണെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ പള്ളിയിൽ, ഡോക്ടർ സജീഷ് വിശ്വനാഥൻ, ജില്ലാ വൈസ് ചെയർമാൻമാരായ ആൻഡോ കുണ്ടുകുളം, ഡോക്ടർ മനോജ് പുഷ്കർ, ജില്ലാ സെക്രട്ടറിമാരായ ആൻഡോ തൊറയൻ, ലിൻഡോ വറഡിയം, TL ശോഭന, CJ റൈമണ്ട് എന്നിവർ സംസാരിച്ചു. കേസന്വേഷണത്തിന് പോയ അന്തിക്കാട് പോലീസിന്റെ ശോചനീയാവസ്ഥയിലായ വാഹനം നടുറോഡിൽ മൂക്കുകുത്തി നിന്നു. പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റിന് കീഴിൽ ഓടുന്ന വാഹനം മുൻവശത്തെ ഒരു ചക്രത്തിലേക്കുള്ള ഭാഗം ഒടിഞ്ഞ് ഒരു വശത്തേക്ക് തൂങ്ങിയതിനെ തുടർന്ന് സമീപത്തെ വീട്ടിൽ കയറ്റിയിട്ട് മറ്റൊരു വാഹനത്തിലാണ് പോലീസുകാർ തിരികെ സ്റ്റേഷനിലെത്തിയത്. സഞ്ചാരയോഗ്യമല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ടതിൽ പോലീസുകാർക്കിടയിലും അതൃപ്തിയുണ്ട്. ഇതൊരു പോലീസ് വാഹനമെന്ന് പറയാൻ പോലീസുകാർക്ക് തന്നെ മാനക്കേടാണ്. കണ്ടം തള്ളിയ വാഹനങ്ങൾക്കുണ്ട് ഇതിനും അന്തസ്. രൂപത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ കിളിപ്പോയതാണ് പെരിങ്ങോട്ടുകര ഔട്ട് പോസ്റ്റിലെ വാഹനം. ശനിയാഴ്ച രാത്രി 9 മണിയോടെ കിഴുപ്പള്ളിക്കര നളന്ദ സ്കൂൾ റോഡിലൂടെ വരികയായിരുന്നു പെരിങ്ങോട്ടുകര ഔട്ട് പോസ്റ്റിലെ വാഹനം. ഡ്രൈവർ അടക്കം 3 പോലീസുകാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. റോഡിലെ കുഴികളിൽ കയറിയിറങ്ങിയ വാഹനം മുൻവശത്തെ ചക്രത്തിന്റെ ഭാഗം ഒടിഞ്ഞ് റോഡിലേക്ക് കൂപ്പുകുത്തി നിന്നു. പോലീസുകാർ വാഹനം സമീപത്തെ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിയിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് മറ്റൊരു വാഹനം എത്തിച്ചാണ് തിരികെ മടങ്ങിയത്. കാലപ്പഴക്കം ചെന്ന കൺട്രോൾ റൂമിൽ നിന്നും കണ്ടം തള്ളിയ വാഹനമാണ് പെരിങ്ങോട്ടുകര ഔട്ട് പോസ്റ്റിലേക്ക് നൽകിയത് എന്ന് ആക്ഷേപമുണ്ട്. കുറ്റകൃത്യങ്ങൾ ഒട്ടനവധി നടക്കുന്ന താന്യം, ചാടൂർ പഞ്ചായത്തുകൾക്ക് ആശ്രയമാണ് പെരിങ്ങോട്ടുകരയിലെ ഔട്ട് പോസ്റ്റ്. കണ്ടീഷനില്ലാത്ത വാഹനത്തിൽ ഓടിയെത്താനും ബുദ്ധിമുട്ടാണ്. ഈ വാഹനം 3 മാസം മുൻപ് ഇതേപോലെ കേടുവന്ന വഴിയിൽ കിടന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. ഔട്ട് പോസ്റ്റിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും വിഷയമാണ്. കഴിഞ്ഞ മാസം മന്ത്രി രാജന് എക്സ്കോർട്ട് പോയ അന്തിക്കാട് SIയുടെ ജീപ്പ് വഴിയിൽ കിടന്ന് പോലീസുകാർ ചേർന്ന് തള്ളി മാറ്റിയത് വാർത്തയാവുകയും പോലീസിന് തന്നെ ചീത്തപ്പേരുണ്ടാകുകയും ചെയ്തിരുന്നു. ചേറൂർ മാർ ഗീവർഗീസ് സഹദ പള്ളി ഇടവക യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. പഠനം ഒരു ലഹരിയാക്കി മാറ്റണമെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ബോർഡ് ഓഫ് സെൻട്രൽ ടെസ്റ്റ് ചെയർമാൻ അബി ജെ പൊന്മാനശ്ശേരി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ 38ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇടവക കൈക്കാരന്മാരായ ബാബു കൊടിയനും വിനോദ് ഡേവിസ്, ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ഷോൺ ജോൺസൺ, ലിൻസ് ഫ്രാൻസിസ്, ഫാദർ വിനോദ് തിമിർത്തി, യൂത്ത് അസോസിയേഷൻ ഇടവക സെക്രട്ടറി VS ഡേവിസ്, അസിസ്റ്റന്റ് വികാരി അഭി പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു. ഇടവക യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ ഗിൽജോ ജോയ്, ജിതിൻ CT, ഷിനോയ് PV, ലിൻസൺ എഡിസൺ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി. ഫോൺ 9539080053. അക്കാദമി ഓഫ് JKA കരാട്ടെ കേരള ഹെഡ് ഡോജോയുടെ നേതൃത്വത്തിൽ ഊരകം ഡോജോയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കണ്ണിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തിൽ ഔഷധോദ്യാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഏക്കർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ തൈകളുടെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പാറളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6-ാം വാർഡ് ആറാട്ടുകടവിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.